ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എൻ്റെ പേര് സച്ചിൻ എന്നാണ്. വീട്ടിലെല്ലാവരും സച്ചി, സച്ചു എന്നൊക്കെ വിളിക്കും. ഞാൻ ഡിഗ്രി അവസാന വർഷമാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മുത്തച്ഛനുമാണ് ഉള്ളത്. പിന്നെ അച്ഛന് വിദേശത്താണ് ജോലി. എല്ലാ വർഷവും 1-2 മാസത്തെ ലീവിന് വരും. പിന്നെ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. വീട്ടിന് മാത്രമല്ല, വീട്ടുകാർക്കും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു മടിയുമില്ലാതെ തുറന്ന് സംസാരിക്കും. എങ്കിലും അതൊക്കെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയ എനിക്ക് തെറ്റി. ഒരിക്കൽ കൺമുൻപിൽ വെച്ച് കലാപരിപാടി കാണാനിടയായി. പിന്നെ എനിക്കും ആഗ്രഹം തോന്നിയപ്പോൾ ഞാനും കയറി പരിപാടി ഒപ്പിച്ചു. ആദ്യം അമ്മ സമ്മതിച്ചില്ലെങ്കിലും സമ്മതിപ്പിച്ചു എന്ന് വേണം പറയാൻ. എല്ലാം വിശദമായി പറയാട്ടോ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേര് സാവിത്രി. കാണാൻ വെളുത്ത് ആവശ്യത്തിന് മാത്രം വണ്ണമുള്ള ഒരു സുന്ദരി വീട്ടമ്മയാണ്. പിന്നെ മുത്തച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 70 കഴിഞ്ഞെങ്കിലും അതിൻ്റെ അവശതയൊന്നുമില്ല. നല്ല ആരോഗ്യമാണ് മുത്തച്ഛന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തച്ഛന് കാല് വയ്യാതായി എന്നും പറഞ്ഞ് വീട്ടിലോട്ട് കയറി വന്നു. സാവിത്രി: എന്തു പറ്റിയതാ അച്ഛാ? മുത്തച്ഛൻ: മോളെ, ഞാൻ നമ്മുടെ പറമ്പിൽ ഒന്ന് വെറുതെ ഓടാനിറങ്ങിയതാ. തിരികെ ഓടി വരുന്ന വഴി കാല് മടങ്ങിപ്പോയി. സാവിത്രി: അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ വ്യായാമം എന്നും പറഞ്ഞ് ഓടാനും ചാടാനും ഒന്നും പോകേണ്ടെന്ന്. അമ്മ ദേഷ്യഭാവത്തോടെ അതും പറഞ്ഞ് മുത്തച്ഛനെ നോക്കി. മുത്തച്ഛൻ: ആരോഗ്യമല്ലേ മോളെ പ്രധാനം. മോള് പോയി ആ കുഴമ്പ് എടുത്തോണ്ട് വാ, എന്നിട്ട് തേച്ചുതാ, വേദനയൊക്കെ മാറും. സാവിത്രി: ശരി അച്ഛാ. അങ്ങനെ അമ്മ ഹാളിലേക്ക് വന്ന് കുഴമ്പ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീടിൻ്റെ പിന്നാമ്പുറത്തൂടെ അകത്തേക്ക് കയറിയത്. ഞാൻ: അമ്മ എന്താ ഈ നോക്കുന്നേ? സാവിത്രി: കുഴമ്പ് നോക്കുവാടാ, അച്ഛന് കാല് വയ്യെന്ന്. ഞാൻ: ദേ അമ്മേ കുഴമ്പ് എന്നും പറഞ്ഞ് ഒരു മൂലയിലിരിക്കുന്ന കുഴമ്പെടുത്തു കൊടുത്തു. അമ്മ അതും വാങ്ങി മുറിയിലേക്ക് പോകുന്നത് കണ്ടു. ഞാനപ്പോൾ ഫോണും എടുത്ത് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ചെന്നിരുന്നു. അന്നത്തെ കാലത്ത് ടോർച്ചിൻ്റെ നോക്കിയ ഫോണായിരുന്നു. അങ്ങനെ സിറ്റൗട്ടിലിരുന്ന് പാമ്പിൻ്റെ ഗെയിം കളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് കോൾ വന്നു. ഫോൺ അപ്പോൾ സൈലൻറ്റിലായിരുന്നു. അന്നൊക്കെ കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വലിയ മടിയായിരുന്നു. അതുകൊണ്ട് ഫോൺ അമ്മയ്ക്ക് കൊടുക്കാനായി മുറിയിലേക്ക് പോകവേ പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദം കേട്ടു. ഞാൻ ഭിത്തിയോട് ചേർന്ന് നിന്നു മുറിയിലേക്ക് പതിയെ എത്തി നോക്കി. കാലുവേദനയുള്ള മുത്തച്ഛന് അമ്മ കുഴമ്പ് പുരട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ മുത്തച്ഛൻ്റെ നോട്ടം പലയിടത്തും ചലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മുത്തച്ഛൻ: മോളെ, കുറച്ചുകൂടി മുകളിൽ തേക്ക്, അവിടെയും വേദനയുണ്ട്. സാവിത്രി: ഷോ, അച്ഛൻ്റെ ഒരു കാര്യം. ഇനി മേലാൽ ഓടാൻ പോവരുത് കേട്ടോ. വേണമെങ്കിൽ നടക്കാൻ പോയിക്കോ, ഇല്ലെങ്കിൽ ഇതുപോലെ വീണ് എല്ലാം ഒടിയും. അമ്മ ഒരു കള്ളച്ചിരിയാലെ അതും പറഞ്ഞ് നോക്കിയപ്പോൾ മുത്തച്ഛൻ ഒരു ചിരി പാസാക്കി. മുത്തച്ഛൻ: അങ്ങനെ കൊച്ചാക്കല്ലേ മോളെ, അത്ര പെട്ടെന്ന് ഒടിയുന്ന സാധനമൊന്നുമല്ല കേട്ടോ. ഇനിയും 100 പേരോട് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യവും ചുറുചുറുക്കും ഉണ്ട് കേട്ടോ. ഒരു തമാശയാലെ മുത്തച്ഛൻ അത് പറയുമ്പോൾ വായിൽ കപ്പലോടാനുള്ള വെള്ളം നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അമ്മ കുഴമ്പിടുന്നത് തുടർന്നു. പിന്നെ അവരുടെ സംസാരവും പുരോഗമിച്ചു. അവസാനം അവിടെയും കുഴമ്പിടാൻ തുടങ്ങി. ഞാനപ്പോൾ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി. കാരണം ഞാനും അത്യാവശ്യം
വ്യായാമമൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കൈക്കും കാലിനും പരിക്ക് പറ്റാറുമുണ്ട്. വേദന എടുക്കുമ്പോൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് തന്ന് സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. മുത്തച്ഛനാണെങ്കിൽ ഇവിടെയൊന്നുമല്ല, വേറേതോ ലോകത്തിൽ എത്തിയതുപോലെയായിരുന്നു ആ മുഖഭാവം. പെട്ടെന്ന് എനിക്ക് വല്ലാതാവാൻ തുടങ്ങി. പിന്നെ ഞാനും അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് സ്വയം സഹായമാവുക എന്നാണല്ലോ. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ഫോൺ എൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് പോയി. ആരാ അവിടെ? ഡാ സച്ചി. പെട്ടെന്നായിരുന്നു ഉറക്കെയുള്ള മുത്തച്ഛൻ്റെ ശബ്ദം. അത് കേട്ടതും ഞാൻ വേഗം എല്ലാം ശരിയാക്കി. എന്നിട്ട് തറയിൽ വീണ ഫോൺ എടുത്തു. പിന്നെ ഒന്നും അറിയാത്ത പോലെ മുറിയിലേക്ക് കയറിച്ചെന്നു. ഞാൻ. അമ്മേ, ഫോൺ. സാവിത്രി. ആരാ ഫോണിൽ? അമ്മ പതറിയ ശബ്ദത്തോടെ ചോദിച്ചു. മുത്തച്ഛനാണെങ്കിൽ വയ്യാത്ത ഭാവത്തിൽ അങ്ങനെ മുഖവും താഴ്ത്തിയിരിപ്പാണ്. പിന്നെ അമ്മ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്തായാലും അന്നത്തോടെ എൻ്റെ മനസ്സിൽ പുതിയൊരു പദ്ധതി രൂപപ്പെട്ടു. എനിക്കും എന്തെങ്കിലും ഒന്ന് സാധിച്ചെടുക്കണം ഞാൻ ചിന്തിച്ചു. പെട്ടെന്നാണ് ഞാൻ അത് ഓർത്തത്. അല്ല, ഞാൻ സൈലൻ്റാക്കി വെച്ചിരുന്ന ഫോൺ എങ്ങനെയാ പെട്ടെന്ന് ബെല്ലടിച്ചത്? ആ, അത് സംഭവം മറ്റേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ടെന്ന്? അപ്പോൾ അതിന് പിന്നിൽ അത് തന്നെയായിരിക്കാം. അതായത് ഞങ്ങളുടെ പണ്ടത്തെ തറവാട് വീട് വിറ്റിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വീട് വാങ്ങിയത്. കാണാൻ നല്ല മനോഹരമായ വീടാണ്. ചെറിയ വിലയ്ക്കാണ് ഈ വീട് വാങ്ങിയത്. ചെറിയ വില ആയതുകൊണ്ട് സംശയം തോന്നിയ ഞങ്ങൾ പലരോടും അഭിപ്രായം ചോദിച്ചെങ്കിലും ആളുകൾ ഒട്ടും ഉറപ്പില്ലാത്ത മറുപടികളാണ് പറഞ്ഞത്. പിന്നെ പലരും പറഞ്ഞത് ഈ വീടിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം കെട്ടുകഥകളാണ് എന്നാണ്. സത്യത്തിൽ അതല്ല, കുഴപ്പമുണ്ട്. ഈ വീട് വാങ്ങി താമസിക്കാൻ തുടങ്ങിയതിൻ്റെ കൃത്യം 3-ാമത്തെ ദിവസം രാത്രി വീട്ടിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ലോണം പേടിച്ചു. അപ്പോൾ വീട്ടിൽ അച്ഛനും ഉണ്ടായിരുന്നു. 1 മാസത്തെ ലീവിന് വന്നതായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ, അമ്മയും അച്ഛനും വേറെ റൂമിൽ, മുത്തച്ഛൻ ഒറ്റയ്ക്ക് വേറെ റൂമിൽ. പേടിച്ച് വിറച്ച് ഞാൻ രാത്രി പുതപ്പ് കൊണ്ട് മൂടി പുതച്ചാണ് ഉറങ്ങിയിരുന്നത്. മുറിയിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലെ ബക്കറ്റിൽ മുട്ടുന്ന പോലുള്ള ശബ്ദം കേൾക്കുക, ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നത് പോലുള്ള ശബ്ദം കേൾക്കുക, വ്യക്തമല്ലാത്ത രീതിയിൽ ആരോ സംസാരിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കുക, പിന്നെ കാലിലെ വിരലിൽ ആരോ തൊടുന്നത് പോലെ തോന്നുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടാവാറ്. രാത്രിയിലാണ് കൂടുതൽ ആക്റ്റീവ്. പകൽ സമയം വളരെ കുറവായിട്ട് മാത്രമേ ആക്ടിവിറ്റി ഉണ്ടാവാറുള്ളൂ. അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റാതെ ഞാൻ പേടിച്ച് വിറച്ച് പുതപ്പ് തലവഴി മൂടി പുതച്ച് എൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി. ഹാളിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് ആ രൂപം കണ്ട് ഞെട്ടി. ആദ്യം ഒച്ച വെക്കാനാണ് തോന്നിയെങ്കിലും പേടിച്ച് ലൈറ്റിട്ടപ്പോഴാണ് അത് മുത്തച്ഛനാണെന്ന് മനസ്സിലായത്. മുത്തച്ഛൻ അച്ഛൻ്റെ മുറിയുടെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടതും മുത്തച്ഛനാകെ പതറിയിരുന്നു. ഞാൻ. എന്താ മുത്തച്ഛ ഇവിടെ? മുത്തച്ഛൻ. ഏയ്, ഒന്നുമില്ല മോനെ, ഉറക്കം വരാത്തതിനാൽ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാ. അതും പറഞ്ഞ് മുത്തച്ഛൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ പിന്നെ കതകിൽ തട്ടി വിളിച്ചു. അമ്മ വന്ന് കതക് തുറന്നു. ഒരു ഇളം നീല നിറത്തിലുള്ള സ്ലീവ്ലെസ് നൈറ്റിയാണ് വേഷം. ഞാൻ മുൻപ് അമ്മയെ ആ വേഷത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അമ്മ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിക്കാതെ അങ്ങനെ നോക്കി നിന്നുപോയി. അമ്മ
എടാ നിന്നോടാ ചോദിച്ചത്. നീ ഉറങ്ങിയില്ല മോനെ? ആ ചോദ്യം കേട്ടാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. ഞാൻ ഇല്ല അമ്മേ. അമ്മ എന്താ പേടിച്ചിട്ടാണോ? ഞാൻ ആ അതെ. അമ്മ സാരമില്ല, നീ വാ എന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ചു. അകത്ത് കയറിയപ്പോൾ അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. ചെറിയ കട്ടിലായതിനാൽ അമ്മ എന്നോട് ചോദിച്ചു, മോനെ നീ താഴെ കിടക്കുമോ? ഞാൻ താഴെ കിടന്നോളാം അമ്മേ. അലമാരിയിലുള്ള പായ ഇങ്ങെടുക്കാമോ? അങ്ങനെ അമ്മ എനിക്ക് തറയിൽ പായ വിരിച്ചു തന്നു. ഞാൻ അവിടെ കിടന്നുറങ്ങി. പിന്നീടുള്ള രാത്രികളിലെല്ലാം ഞാൻ അവരുടെ റൂമിൽ തന്നെ കിടന്നു. പക്ഷേ പിന്നീടാണ് ഒരു സംഭവം ഉണ്ടായത്. നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു വല്ലാത്ത ശബ്ദം കേട്ടത്. ഞാൻ പതിയെ കണ്ണു തുറന്നു നോക്കിയതും വല്ലാതായിപ്പോയി. നല്ല പരിപാടി നടക്കുകയാണ്. ഗാനമേളയും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഒരെണ്ണം വിട്ട് ഉറങ്ങാൻ വളരെ വൈകി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. പിന്നെ ബാൽക്കണിയിൽ നിന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒഴിഞ്ഞു കിടക്കുകയായിരുന്ന വീട്ടിൽ പുതിയ താമസക്കാർ വന്നത് കണ്ടത്. അമ്മ, അച്ഛൻ, സുന്ദരിയായ മോള്. എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സുന്ദരിയിലേക്ക് പതിഞ്ഞു. ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ എൻ്റെ മനസ്സിൽ കയറി. പിന്നെ എങ്ങനെയെങ്കിലും അവളെ വളർത്തണം എന്ന് ഞാൻ തീരുമാനിച്ചു. രാവിലെ ഞാനും അമ്മയും അച്ഛനും മുത്തച്ഛനും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ആ കലാപരിപാടിയാണ്. അച്ഛൻ ആ കാര്യത്തിലൊക്കെ പുലിയാണെന്നും അമ്മയുടെ എല്ലാം അത്രയുമുണ്ടെന്നും മനസ്സിലാക്കിയത് അന്ന് തന്നെയായിരുന്നു. ഞാൻ അച്ഛനെ ശ്രദ്ധിച്ചു. അങ്ങേര് എന്നെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സീൻ പിടിച്ച് ഒരെണ്ണം വിട്ട കാര്യം അച്ഛൻ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ചിന്തിച്ചു. അച്ഛൻ, ഡാ നീ ഇത്രയും വലുതായിട്ട് നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? അത് പിന്നെ അച്ഛന് അറിയാലോ എല്ലാം. ഞാൻ ഒരു പരുങ്ങലോടെ പറഞ്ഞു. അച്ഛൻ, പക്ഷേ ഇങ്ങനെയായാൽ ശരിയാവില്ല കേട്ടോ. പിന്നെ നീ എന്നും ഒരു പേടിത്തൊണ്ടനായി മാറും. അതുകൊണ്ട് നീ ഇനി മുതൽ ഒറ്റയ്ക്ക് കിടന്നാൽ മതി. അച്ഛൻ അത് പറഞ്ഞതും മുത്തച്ഛൻ ചുമച്ചു. ഞാൻ എന്താ മുത്തച്ഛ, തലയിൽ കയറിയോ എന്നും പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ ആ കഷണ്ടി തലയ്ക്കിട്ട് 2 കൊടുത്തു. എൻ്റെയും മുത്തച്ഛൻ്റെയും ലക്ഷ്യം ഒന്നാണ്. എങ്ങനെയെങ്കിലും അച്ഛനറിയാതെ പണിയെടുക്കണം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുത്തച്ഛൻ എൻ്റെ ശത്രുവാണ്. മുത്തച്ഛൻ, ഡാ ചെക്ക, തല പൊളിക്കാതെ ആ വെള്ളം ഇങ്ങെടുക്കൂ. മുത്തച്ഛൻ ചുമച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും ഇന്നാ കുടിക്ക് എന്നും പറഞ്ഞ് ഞാൻ ഗ്ലാസ് എടുത്തു കൊടുത്തു. അച്ഛൻ, മോനെ ഞാൻ പറഞ്ഞ കാര്യം. അത്രയും പറഞ്ഞ് അച്ഛൻ നിർത്തി. ഞാൻ, ശരിയടാ അച്ഛാ, നീ പണിയെടുത്ത് ആഘോഷിക്കും എന്നാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നിയതെങ്കിലും ശരിയച്ഛാ, ഞാൻ ഇനി എൻ്റെ മുറിയിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ചെന്നു. അപ്പോഴാണ് കാറിൻ്റെ സൗണ്ട് കേട്ടത്. എൻ്റെ മുറിയിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറുണ്ട്. അങ്ങനെ ഞാൻ ബാൽക്കണിയിൽ ചെന്ന് നോക്കി. അവിടെ ഇന്നലെ വന്ന പുതിയ താമസക്കാരായിരുന്നു. ഏകദേശം എൻ്റെ അമ്മയുടെ അതേ പ്രായമുള്ള ആൻറ്റിയും പിന്നെ അവരുടെ മോളും, പിന്നെ അച്ഛൻ്റെ പ്രായം തോന്നിക്കുന്ന ഒരു അങ്കിളും. എന്തായാലും ആ ആൻറ്റിയും മോളും ഇന്നലെ മുതൽ മനസ്സിൽ കയറിക്കൂടിയതാണ്. അവർ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ അവരെ നോക്കി നിന്നു. പിന്നെ അവർ കാറിൽ കയറിപ്പോയി. ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ പോയതാകും. അല്ല, എന്നാലും ഇത്രയും അറിയപ്പെട്ട ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ എന്തുകൊണ്ടായിരിക്കും ഒന്ന് വന്ന് മുഖം കാണിക്കാതിരുന്നത്? ഞാൻ ഒരു തമാശയാലെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് താഴെ അമ്മയെയും മുത്തച്ഛനെയും കണ്ടത്.
മുത്തച്ഛൻ രഹസ്യമായി അമ്മയോട് എന്തോ പറയുകയാണ്. എന്തായിരിക്കും പറയുന്നത് എന്നറിയാൻ എൻ്റെ മനസ്സ് തുടിച്ചു. ഞാൻ വേഗം താഴേക്ക് ചെന്നു. അച്ഛൻ ബാത്റൂമിലാണെന്ന് മനസ്സിലായി. ഞാൻ നേരെ മുറ്റത്തേക്ക് ചെന്ന് അവിടെ മതിലിനോട് ചേർന്ന് നിന്ന് അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു. മുത്തച്ഛൻ: എൻ്റെ സാവിത്രി, അവൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കും. അമ്മ: അച്ഛനെന്താ ഇപ്പോൾ ഇത്ര തിരക്ക്? അങ്ങേരി ലീവ് കഴിഞ്ഞു പോകാൻ ഇനി 2 ആഴ്ച മാത്രമല്ലേ ഉള്ളൂ. മുത്തച്ഛൻ: അതുവരെ എനിക്ക് കാത്തു നിൽക്കാനാവില്ല. ഒന്ന് മനസ്സിലാക്ക് സാവിത്രി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എൻ്റെ കാര്യം ഒന്ന് പരിഗണിക്ക്. അതും പറഞ്ഞ് മുത്തച്ഛൻ അങ്ങനെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഹോ, ഈ വയസ്സാം കാലത്തും ഒരു ജോലി ഒപ്പിക്കാൻ പാടുപെടുകയാ മുത്തച്ഛൻ. എന്തായാലും ഇവർ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടത് നന്നായി. ഈ പദ്ധതിയിലൂടെ എനിക്കും പിടിച്ചു കയറണം. മുത്തച്ഛന് ജോലി കൊടുക്കാമെങ്കിൽ എനിക്കും വേണമെന്ന് ആവശ്യപ്പെടണം. എന്തായാലും അമ്മയ്ക്ക് അപ്പോൾ എൻ്റെ അപേക്ഷ നിരസിക്കാനാവില്ല. ഞാൻ സന്തോഷത്തോടെ ചിന്തിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിൽ 3 ലക്ഷ്യങ്ങളായി. 1 മുത്തച്ഛനെ ഒതുക്കുക, 2 അമ്മ, 3 അടുത്ത വീട്ടിലെ മോളും അമ്മയും. എന്തായാലും അമ്മയും മുത്തച്ഛനും ജോലിക്കാര്യം സംസാരിച്ചെങ്കിലും ഏത് സമയമെന്ന് വ്യക്തമായിരുന്നില്ല. മിക്കവാറും രാത്രിയിലായിരിക്കും, ഞാൻ ചിന്തിച്ചു. അങ്ങനെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും അവരെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. അച്ഛൻ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ വീട്ടിൽ പുതിയ സാരി, മാക്സി ഇതൊക്കെയാണ് ഇടുന്നത്. സാരിയൊക്കെ ധരിക്കുമ്പോൾ സിനിമാ നടിമാരൊക്കെ ധരിക്കുന്നത് പോലെയാണ് എല്ലാം നന്നായി പ്രകടമാക്കും. അങ്ങനെ രാത്രിയായി. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിൽ ചെന്നെങ്കിലും താഴെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നു. സമയം 12 മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഞാൻ താഴെ ചെന്ന് നോക്കി, പക്ഷേ അവരെ കണ്ടില്ല. ഞാൻ മുകളിലേക്ക് വന്നു. പെട്ടെന്ന് വീണ്ടും താഴെ നിന്ന് ശബ്ദം കേട്ടു. ഞാൻ വീണ്ടും ചെന്ന് നോക്കി, പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ 2ാമത്തെ തവണയല്ലേ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കാനായി ഞാൻ വെറുതെ മുത്തച്ഛൻ്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. വാതിൽ പതിയെ തുറന്നു നോക്കി. പിന്നെ കയ്യിലുണ്ടായിരുന്ന നോക്കിയ ഫോണിൽ ടോർച്ചടിച്ചു നോക്കി. അപ്പോൾ മുത്തച്ഛൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കേട്ട ആരോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദം, അത് ആരുടേതായിരിക്കും? അതും ചിന്തിച്ച് ഞാൻ ടോർച്ചിൻ്റെ വെട്ടത്തിൽ മുകളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഷടാ, ഇത് പ്രേതബാധയുള്ള വീടല്ലേ. പിന്നെ എങ്ങനെയാ ശബ്ദം കേൾക്കാതിരിക്കുക? ഞാൻ ആ കാര്യം മറന്നു. മനസ്സിലെ ഈ ചിന്തകൾക്കിടയിൽ ഈ കാര്യം കൂടി ഓർക്കാൻ എവിടെയാ സമയം? അങ്ങനെ ഞാൻ പ്രേതത്തിനെ 4 ചീത്തയും വിളിച്ചിട്ട് മുറിയിൽ ചെന്ന് കിടന്നു. ഉറക്കം പിടിച്ചു വരുമ്പോൾ വീണ്ടും ഓരോ ശബ്ദം കേട്ടു. മുറിയിലെ ബാത്റൂമിലെ ടാപ്പ് തുറന്നിട്ട് വെള്ളം പോകുന്ന ശബ്ദം, ആരോ പതുക്കെ സംസാരിക്കുന്ന പോലുള്ള ശബ്ദം. അങ്ങനെ ഓരോ ശബ്ദങ്ങൾ. എല്ലാം ഞാൻ അവഗണിച്ചു. പിന്നെ കാൽവിരലിൽ ആരോ തൊടുന്നതുപോലെ തോന്നിയപ്പോൾ ഉറക്കച്ചടവിൽ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വായുവിൽ ചവിട്ടി. പിന്നെ 4 ചീത്തയും വിളിച്ചുറങ്ങി. പിന്നെ ഉണരുന്നത് രാവിലെ 6:30 മണിക്കാണ്. ഉണർന്നപാടെ ഞാൻ താഴേക്ക് ചെന്നു. നോക്കുമ്പോൾ മുത്തച്ഛൻ സിറ്റൗട്ടിൽ നിന്ന് വ്യായാമം ചെയ്യുകയാണ്. ഈ വയസ്സാം കാലത്തും ഇങ്ങേരുടെ ആരോഗ്യം ഒരു അത്ഭുതം തന്നെ, ഞാൻ ചിന്തിച്ചു. മുത്തച്ഛൻ: ഡാ മോനെ, വന്ന് 2 പുഷപ്പ് എടുക്കടാ. ഞാൻ: ഓ ഞാനില്ല, മുത്തച്ഛൻ തന്നെ ചെയ്തോ. മുത്തച്ഛന് അത് ഉടനെ ആവശ്യം വരുമല്ലോ, ഞാൻ ഒരു കളിയാക്കലോടെ പറഞ്ഞു. മുത്തച്ഛൻ: എന്താ മോനെ, നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലുണ്ടല്ലോ. ഞാൻ: ഓ, ഒരു അർത്ഥവുമില്ല മുത്തച്ഛ. മുത്തച്ഛൻ ശ്രദ്ധിച്ച് വ്യായാമം ചെയ്, നടു ഉളുക്കണ്ട. അത് കേട്ട് മുത്തച്ഛൻ ചിരിച്ചു. മുത്തച്ഛൻ: ഇതൊക്കെ അങ്ങനെ ഉളുക്കുന്ന ആരോഗ്യമല്ല ചെറുക്ക.
അത് പിന്നെ എനിക്കറിയാലോ, അമ്മയുടെ പിറകെ ജോലിക്ക് വേണ്ടി നടക്കുന്നത്. ഞാൻ പിറുപിറുത്തു. മുത്തച്ഛൻ: എന്താ മോനെ, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ: ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. പെട്ടെന്നായിരുന്നു ആ ശബ്ദം. ഞങ്ങൾ റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ഗേറ്റിന് പുറത്തു നിന്ന് ഒരാൾ ചിരിച്ചുകൊണ്ട് കൈപൊക്കി കാണിക്കുന്നു. അത് അടുത്ത വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്ന അങ്കിളായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഞാനും മുത്തച്ഛനും തിരിച്ചു പറഞ്ഞു. അയാൾ ജോഗിങ്ങിന് പോവുകയായിരുന്നു. ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമായിരുന്നു വേഷം. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് പരിചയപ്പെട്ടു. അയാളുടെ പേര് ദേവൻ എന്നാണ്. അയാൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. പിന്നെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. പിന്നെ മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ അവളുടെ പേര് ചോദിക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു ശരിയല്ല എന്ന് തോന്നിയതിനാൽ ഞാൻ ചോദിച്ചില്ല. ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ. പക്ഷേ മുത്തച്ഛൻ അയാളുമായി സംസാരിച്ച് കമ്പനിയായി. ഇനി മുത്തച്ഛൻ അയാളുടെ വീട്ടിലും ജോലി തേടി പോകുമോ? ഞാൻ ചിന്തിച്ചു. പിന്നീട് അടുത്ത വീട്ടിലെ ദേവനങ്കിളും ഭാര്യയും അയാളുടെ മോളും എൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവളുടെ പേരറിഞ്ഞു. സ്നേഹ എന്നാണ്. അവളുടെ അമ്മയുടെ പേര് സരിത. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായെങ്കിലും സ്നേഹ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വരുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പെട്ടെന്നങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ. അതിനാൽ തന്നെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. അമ്മയും ദേവനങ്കിലും ഭയങ്കര സംസാരവും ചിരിയുമൊക്കെയാണ്. ഇനി ഇവർ തമ്മിൽ സെറ്റാകുമോ? ഞാൻ ചിന്തിച്ചു. അങ്ങനെയിരിക്കെ അച്ഛൻ്റെ ലീവ് തീർന്നപ്പോൾ അച്ഛൻ തിരികെ ഗൾഫിലേക്ക് പോയി. അപ്പോൾ കൂടുതൽ സന്തോഷിച്ചത് മുത്തച്ഛനും അമ്മയും തന്നെയായിരുന്നു. അമ്മയുടെ അടുത്ത പരിപാടി ദേവനങ്കിളിനെ വളർത്തണം എന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമാത്രമല്ല, മുത്തച്ഛനാണെങ്കിൽ സരിത ആൻറ്റിയോട് നല്ലോണം പഞ്ചാരി അടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നേഹയെ തന്നെയാണ് നോട്ടമെങ്കിലും എനിക്ക് ഏത് കിട്ടിയാലും മതി എന്നാണ്. രാവിലെ എണീക്കാൻ അല്പം വൈകി. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 9 മണി. ഇന്നലെ രാത്രി ഓരോന്ന് ആലോചിച്ച് ഒരെണ്ണം വിട്ട് ഉറങ്ങാൻ വൈകിപ്പോയി. അതാണ് രാവിലെ എണീക്കാൻ വൈകിയത്. ഉറക്കച്ചടവോടെ ഞാൻ താഴേക്ക് ചെന്നു. മുത്തച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന് ചാരിയ വാതിൽ മെല്ലെ തുറന്നു നോക്കി. മുത്തച്ഛൻ നല്ല ഉറക്കമാണ്. പിന്നെ അടുക്കളയിൽ ആളനക്കമൊന്നുമില്ലാത്തതിനാൽ അമ്മയും ഉറങ്ങുകയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ അമ്മ എന്നും നേരത്തെ എണീക്കാറുള്ളതാണല്ലോ. അച്ഛൻ നാട്ടിലുള്ളപ്പോഴും തിരികെ പോയാലും നേരത്തെ എണീക്കാറുള്ള ആളാണ്. ഇന്ന് എന്ത് പറ്റിയതാവും? പിന്നെ എന്നും രാവിലെ എണീറ്റ് വ്യായാമം ചെയ്യുന്ന മുത്തച്ഛനും ഇതെന്തു പറ്റി? ഇനി ഇന്നലെ രാത്രിയെങ്ങാനും അവർ പണിയെടുത്ത് സുഖിച്ചു കാണുമോ? അതിനു സാധ്യത ഇല്ലാതില്ല, ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ വേഗം ബാത്റൂമിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ: എന്താ അമ്മേ ഇന്ന് എണീക്കാൻ ലേറ്റായത്? അമ്മ: ആ, ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി മുറിയിൽ ഓരോ ശബ്ദങ്ങളായിരുന്നു. ഇന്നലെ ആക്ടിവിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ ലേറ്റായി. ഞാൻ: ഓ, അപ്പോൾ ഇന്നലെ ആക്ടിവിറ്റി കൂടുതലായിരുന്നു അല്ലേ? ഈ പ്രേതബാധയെക്കൊണ്ട് ശല്യമായല്ലോ. ഞാൻ അമ്മ ഉണ്ടാക്കി വെച്ച ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ: നിന്റെ മുറിയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ: ഏയ്, അത്രയൊന്നുമില്ല. അതും പറഞ്ഞ് ഞാൻ ചായ കുടിച്ചുകൊണ്ട് കസേരയിലിരുന്നു. അമ്മ: ആ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നീ മുത്തച്ഛനും കൂടി ചായ കൊണ്ടു കൊടുക്കണേ. അതും പറഞ്ഞ് അമ്മ ബാത്റൂമിൽ കയറി. അങ്ങനെ ഞാൻ മുത്തച്ഛനുള്ള ചായയുമായി ഹാളിലേക്ക് ചെന്നു. അപ്പോൾ മുത്തച്ഛൻ സിറ്റൗട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നതും മുത്തച്ഛൻ അയൽവീട്ടിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കിക്കൊണ്ട്
കസേരയിലിരിക്കുകയാണ്. അത് കണ്ടതും ഞാൻ അവിടെ പതുങ്ങി നിന്ന് നോക്കി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഓ, അത് വല്ലാത്ത ഒരിതായിരുന്നു. കൈകൊണ്ടുള്ള വികൃതിയായിരുന്നു. ഇത്രയുമുണ്ടോ ഇത്? അച്ഛൻ്റെ അടുത്തുള്ളത് ചെറിയ മൊബൈൽ ഫോണാണ്. പക്ഷേ ഇത് അതിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള മൊബൈൽ ഫോണാണ്. വെറുതെയല്ല അമ്മയ്ക്ക് ഇതിനോടിഷ്ടം, ഞാൻ ചിന്തിച്ചു. അയൽവീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ സരിതേൻ്റി മുറ്റമടിച്ച് വാരുന്നതാണ് കണ്ടത്. മാക്സിയാണ് വേഷം. എന്തായാലും മുത്തച്ഛനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലുള്ള അടിപൊളി കണിയാണല്ലോ മുൻപിൽ. എന്തായാലും സരിതേൻ്റിയുടെ അടുത്തുള്ളത് അമ്മയുടേതുപോലെ തന്നെയാണ്. അത് അങ്ങനെ താളത്തിനൊത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും വല്ലാതായി. പക്ഷേ അവിടെ വെച്ച് മുത്തച്ഛനെ പോലെ മിടുക്കു കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്തായാലും മുത്തച്ഛൻ എങ്ങനെയെങ്കിലും ഒരു പണിയെ സെറ്റാക്കിയെടുക്കും. അവസരം കാത്തിരിക്കുന്ന ഞാൻ മാത്രം ഇങ്ങനെ മണ്ടനെ പോലെ ഇരുന്നു പോകാനാണ് സാധ്യത. അതിനാൽ ബുദ്ധി കൊണ്ട് അത് സെറ്റാക്കുന്നതാണ് ബുദ്ധി, ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഞാൻ മുത്തച്ഛൻ്റെ മുന്നിലേക്ക് ചെന്നതും മുത്തച്ഛൻ ഒരു ഞെട്ടലോടെ കാൽ താഴ്ത്തി വെച്ച് മര്യാദയ്ക്കിരുന്നു. പിന്നെ ഒരു ചമ്മലോടെ എന്നെ നോക്കിയതും ഞാൻ ഒരു കള്ളച്ചിരി പാസ്സാക്കി. മുത്തച്ഛൻ, എന്താടാ? ഞാൻ ചായ ഗ്ലാസ് മുത്തച്ഛന് നേരെ നീട്ടി. അങ്ങേരി എൻ്റെ മുഖത്ത് ഒന്ന് പാളി നോക്കിയിട്ട് ചായ വാങ്ങി. ഞാൻ കണ്ടുട്ടോ. മുത്തച്ഛൻ, എന്ത്? അത് തന്നെ, എനിക്കെല്ലാം മനസ്സിലായി. അത് കേട്ടതും മുത്തച്ഛൻ ഒന്ന് പരുങ്ങി. പിന്നെ അറിയാത്ത ഭാവത്തിൽ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എന്ത് മനസ്സിലായി എന്ന്. മുത്തച്ഛൻ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. മുത്തച്ഛൻ അപ്പുറത്തെ സരിതേൻ്റിയെ നോക്കുന്നതും പിന്നെ ഇതും ഞാൻ കണ്ടു. ഞാൻ ഓപ്പണായി അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തച്ഛൻ ചുറ്റും നോക്കി. മുത്തച്ഛൻ, എടാ ചെറുക്ക, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. ആര് കേട്ടാലെന്താ? ആ ദേവനങ്കിളും കണക്കാ. അങ്ങേരുടെ നോട്ടം അമ്മയാണ്. അത് കേട്ടതും മുത്തച്ഛൻ ഞെട്ടി. മുത്തച്ഛൻ, ആര്? സാവിത്രിയാണോ? ആ അതെ. അവസാനം കയ്യിലുള്ളതും ഉത്തരത്തുള്ളതും എല്ലാം പോകും കേട്ടോ. അത് കേട്ടതും അങ്ങേരി എന്നെ സംശയത്തോടെ നോക്കി. മുത്തച്ഛൻ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അതും അറിയാം. ഞാൻ അത്രയും പറഞ്ഞതും പെട്ടെന്ന് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. സാരിയാണ് വേഷം. അമ്മ, ആഹാ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശേഷം പറയുകയാണോ? നീ കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ. വാങ്ങാം അമ്മേ. അതും പറഞ്ഞ് ഞാൻ മുത്തച്ഛനെ ഒന്ന് നോക്കിയിട്ട് മുറിയിൽ ചെന്ന് ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു. പിന്നെ അമ്മ കാശും ഒരു സഞ്ചിയും വേണ്ട സാധനങ്ങൾ എഴുതിയ പേപ്പറും കയ്യിൽ തന്നു. ഞാൻ അടുത്തുള്ള കടയിലേക്ക് ചെന്നു. അങ്ങനെ ആ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. മുത്തച്ഛൻ, ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെയും. ചേട്ടാ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണേ എന്നും പറഞ്ഞ് ഞാൻ സഞ്ചിയും പേപ്പറും കടയിലെ ചേട്ടന് കൊടുത്തിട്ട് വേഗം എൻ്റെ വീട്ടിലേക്ക് ഓടി. വീടെത്തിയതും ഗേറ്റിന് പുറത്തു നിന്ന് നോക്കിയപ്പോൾ മുത്തച്ഛൻ സിറ്റൗട്ടിലില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കയറിയാൽ ശരിയാവില്ല. കാരണം ഗേറ്റ് തുറക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം വരും. അതിനാൽ ഞാൻ മതിൽ ചാടി പമ്മി വീട്ടിലേക്ക് ചെന്നു. നോക്കുമ്പോൾ മുൻപിലെ വാതിൽ ലോക്കാണ്. പിന്നെ ഞാൻ പിന്നാമ്പുറത്തേക്കൂടി. അവിടുത്തെ വാതിൽ ലോക്കായിരുന്നില്ല. ഞാൻ വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറിയതും ഞാൻ ഞെട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അതും നടന്നു. അവർ രണ്ടുപേരും അങ്ങനെ ഹാളിലെ സോഫയിൽ വെച്ചാണ് കലാപരിപാടി. പരമാവധി ശബ്ദമുണ്ടാകാതിരിക്കാൻ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാ, ഒന്ന് വേഗം, അവൻ ഇപ്പോൾ വരും എന്ന് അമ്മ പറയുന്നുണ്ട്.
അങ്ങനെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നതും എനിക്ക് വല്ലാതായി. പിന്നെ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതിയെ പിന്നാമ്പുറത്തെ വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. പിന്നെ മുൻപിലെ മതിലും ചാടി കടയിലേക്ക് ചെന്നു. കടയിലെത്തി അവിടെ നിന്നു കിതച്ചു. കടക്കാരൻ: എന്താ മോനെ, നീ എന്താ ഓടിയിട്ടാണോ വന്നേ? ഞാൻ: അത് അപ്പുറത്ത് ഒരു ഡോഗുണ്ടായിരുന്നു, അതിനെ കണ്ടിട്ട് ഓടിയതാ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. ഗേറ്റിനടുത്തെത്തിയതും വീടിൻ്റെ മുൻപിലെ വാതിൽ തുറന്നിരിക്കുന്നു. മുത്തച്ഛൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ സിറ്റൗട്ടിലും ഇരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായ അതേ സീൻ തന്നെയാണല്ലോ. ഇത്രയും ബുദ്ധിമാനായ മുത്തച്ഛൻ പിന്നാമ്പുറത്തെ വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നു, മണ്ടൻ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഞാനും ഒന്നും അറിയാത്ത ഭാവത്തിൽ അകത്തേക്ക് കയറിയപ്പോൾ മുത്തച്ഛൻ ഒന്ന് ചുമച്ചു. ഞാൻ അങ്ങേരെ ഒന്ന് നോക്കിയപ്പോൾ പാവത്താനെ പോലെ ഇരിക്കുകയാണ്. ഞാനിവിടെ എത്തിയ കാര്യം ചുമച്ചുകൊണ്ട് അമ്മയ്ക്ക് സിഗ്നൽ കൊടുത്തതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അകത്ത് കയറിയപ്പോൾ അമ്മ സാരിയൊക്കെ ശരിയാക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു വരവേ ആ ഉഴുന്നുവട കണ്ടതും എനിക്ക് വല്ലാതായി. പെട്ടെന്ന് തന്നെ അമ്മ അത് മറച്ചു. ഓ, പിന്നെ ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പലഹാരങ്ങളും നേരത്തെ മുത്തച്ഛന് കൊടുത്തപ്പോൾ ഒരു മടിയുമില്ലായിരുന്നല്ലോ. ഞാനൊന്ന് നോക്കിയപ്പോൾ വലിയ ഡിമാൻഡ്. കാണിച്ചു തരാം. ഒരിക്കൽ അമ്മ തന്നെ എല്ലാ പലഹാരങ്ങളും എനിക്ക് തിന്നാൻ തരും. അതും ചിന്തിച്ച് വെള്ളമിറക്കിക്കൊണ്ട് ഞാൻ അവിടെ സ്തംഭിച്ച് നിന്നുപോയി. അമ്മ: ഡാ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അമ്മ തോളിൽ തട്ടി വിളിച്ചതും ഞാൻ കണ്ണ് ചിമ്മി അമ്മയെ നോക്കി. ഞാൻ: ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മ: ഇപ്പോൾ നിന്റെ വികൃതിയൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. പെട്ടെന്ന് അമ്മ അങ്ങനെ പറഞ്ഞതും അത് എന്തോ അർത്ഥം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ: അമ്മയുടെ വികൃതിയും കുറച്ച് കൂടുന്നുണ്ട്. അത് കേട്ടതും അമ്മ എന്നെ സംശയത്തോടെ നോക്കിയപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് മുറിയിലേക്ക് ചെന്നു. അപ്പോൾ പിന്നിൽ നിന്നും അമ്മ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുറിയിലേക്ക് കയറിയപ്പാടെ പെട്ടെന്ന് തന്നെ തിരികെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അമ്മ സിറ്റൗട്ടിലേക്കാണ് പോയത്. ഞാൻ പതിയെ ഓടി ഭിത്തിയുടെ മറവിൽ നിന്നുകൊണ്ട് അവർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു. അമ്മ: ദേ അച്ഛാ, അവന് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മുത്തച്ഛൻ: അതെന്താ ഇപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അമ്മ: അല്ല, അവൻ്റെ സംസാരത്തിൽ എന്തോ പന്തികേട് പോലെ. മുത്തച്ഛൻ: നീ അതൊന്നും കാര്യമാക്കേണ്ട മോളെ. അമ്മ: എന്നാലും അച്ഛാ, ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ ഇനിയെല്ലാം സൂക്ഷിച്ച് വേണം കേട്ടോ. മുത്തച്ഛൻ: നമുക്ക് ശരിയാക്കാം മോളെ. ഇന്ന് പിന്നെ ഒരവസരം കിട്ടിയപ്പോൾ കൊതി തോന്നിയിട്ട് പലഹാരം കഴിച്ചതാ. അമ്മ: ഓ, അച്ഛൻ്റെ ഒരു കൊതി ആർക്കാ ഇല്ലാത്തത്? പക്ഷേ ഇതിനൊക്കെ ഒരു നേരവും കാലവും നോക്കണം. അച്ഛൻ: ഇനി ശരിയാക്കാം. ഇന്ന് അങ്ങനെ പറ്റിപ്പോയി. പിന്നെ മോളും മോശമല്ലായിരുന്നു കേട്ടോ. ഓ, എന്താ ഒരു ഇത്? അതും പറഞ്ഞ് മുത്തച്ഛൻ ചിരിക്കുന്നു. അപ്പോൾ അമ്മ അങ്ങേരുടെ കയ്യിൽ ഒരടി കൊടുത്തിട്ട് നല്ല പച്ച മലയാളം പറഞ്ഞു. ഓ, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനറിയാം അല്ലേ, ഞാൻ ചിന്തിച്ചു. മുത്തച്ഛൻ: അതൊക്കെ പോട്ടെ, ഇന്ന് രാത്രി 2 മണിക്ക് വരും. അമ്മ: എന്തിനാ ഇത്രയും വൈകുന്നത്? മുത്തച്ഛൻ: ആ ചെറുക്കൻ ഉറങ്ങാൻ തന്നെ ഒരുപാട് വൈകും. ഇന്നലെ രാത്രി ഞാൻ മുകളിൽ പോയി നോക്കിയപ്പോൾ അവൻ്റെ റൂമിൽ വെട്ടം കണ്ടു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അപ്പോഴും അവൻ്റെ മുറിയിൽ വെട്ടം കണ്ടു. അവനെങ്ങാനും വെള്ളം കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ താഴെ വന്നാൽ എല്ലാം പൊളിയില്ലേ. മാത്രമല്ല, എൻ്റെ മുറിയാണെങ്കിൽ പുറത്തു നിന്ന് പൂട്ടാനും പറ്റില്ലല്ലോ. അവനെങ്ങാനും
സംശയം തോന്നി മുറി തുറന്നു നോക്കിയാൽ എല്ലാം തീരില്ലേ? അതൊക്കെ കേട്ടതും ഞാനത് മനസ്സിലാക്കി. ഞാൻ മുത്തച്ഛനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ മുത്തച്ഛൻ എന്നെയും നിരീക്ഷിക്കുകയായിരുന്നു എന്ന്. മുത്തച്ഛൻ്റെയും അമ്മയുടെയും പദ്ധതി മനസ്സിലായ അന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ എത്രയും പെട്ടെന്ന് രാത്രിയാവാൻ ഞാൻ കാത്തിരുന്നു. വൈകിട്ട് ഒരു 7 മണിയായപ്പോഴാണ് അടുത്ത വീട്ടിലെ ദേവനങ്കിലും സരിതേൻ്റെയും അവരുടെ മോൾ സ്നേഹയും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. സാധാരണ അവരെ പുറത്തുനിന്ന് കണ്ടാൽ സംസാരിക്കാറാണ് പതിവ്. ഇപ്പോൾ 3 പേരും ഒരുമിച്ച് വീട്ടിലേക്ക് വന്നത് കണ്ടപ്പോൾ എനിക്ക് ആകാംക്ഷയായി. ഇനി സ്നേഹയുടെ കല്യാണക്കാര്യമെങ്ങാനും പറയാൻ വന്നതായിരിക്കുമോ? ഏയ്, അതാവില്ല. അവളുടെ ഡിഗ്രി പഠനം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, ഞാൻ നോട്ടമിട്ടതിനെ ഞാൻ തൊട്ടിട്ട് പോരെ വേറെയാൾ തൊടുന്നത്? ഞാൻ ചിന്തിച്ചു. അമ്മ: ആ, ആരിത്? സരിതയും ദേവൻ ചേട്ടനോ? വാ വാ, കേറിയിരിക്ക്. വാ മോളെ, ഇരിക്ക്. അമ്മ അവരെ സ്വീകരിച്ചിരുത്തി. അവർ വന്നപ്പാടെ മുത്തച്ഛൻ സരിതേൻ്റെ നോക്കുന്നത് ഞാൻ കണ്ടു. സാരിയാണ് അവരുടെ വേഷം. പിന്നെ ഇടയിൽ കൂടി ഉഴുന്നുവടിയും ഒരു മിന്നായം പോലെ ദൃശ്യമാകുന്നുണ്ട്. മുത്തച്ഛൻ അതൊക്കെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എടാ മുത്തച്ഛ, ഇവിടെയുള്ള ഒരെണ്ണത്തിനെ പണിയെടുത്തിട്ടും മതിയായില്ലേ? ഇനി എനിക്കും ഒരു അവസരം തന്നൂടെ? ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ മുത്തച്ഛൻ്റെ ശ്രദ്ധ സ്നേഹയിലേക്ക് ചെന്നു. അവൾ ടീഷർട്ടും നിക്കറുമാണ് വേഷം. സാധാരണ അവളെ എന്നും ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അന്ന് ആദ്യമായിട്ട് അവളെയും അമ്മയെയും അങ്ങനെ കണ്ടപ്പോൾ എനിക്കാകെ വല്ലാതായി. എൻ്റെ ഉള്ളിൽ അനക്കം സംഭവിച്ചു. എൻ്റെ അതേ അവസ്ഥ തന്നെയാണ് മുത്തച്ഛന് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ എല്ലുപോലും ബാക്കി വെക്കാതെ മുഴുവൻ തിന്നും മുത്തച്ഛൻ, ഞാൻ ചിന്തിച്ചു. മുത്തച്ഛൻ: മോളെ, നീ കുടിക്കാനെന്തെങ്കിലും കൊണ്ടുവാ, മുത്തച്ഛൻ അമ്മയോടായി പറഞ്ഞു. സരിതേൻ്റെ: അയ്യോ, അതൊന്നും വേണ്ടെന്ന്. ഞങ്ങളതിന് അതിഥികളൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെയല്ലേ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തച്ഛൻ: ആ അതെ, തീർച്ചയായും. മുത്തച്ഛൻ വായിൽ വെള്ളം ഊറിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ദേവൻ അങ്കിളിൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടെ എൻ്റെ അമ്മയുടെ നേർക്ക് പോകുന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ അയാളെ നോക്കി വല്ലാത്ത ചിരിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാവുകയാണല്ലോ. എനിക്ക് എതിരാളികൾ കൂടി വരുന്നു. എത്രയും പെട്ടെന്ന് ഒന്ന് പണിയെടുക്കണം. അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന 3 എണ്ണത്തിൽ ഏതായാലും ഓക്കെ. നല്ല പോലെ തിന്നണം. പറ്റുമെങ്കിൽ 3 എണ്ണവും തിന്നണം. അങ്ങനെ അതും ചിന്തിച്ച് നിൽക്കവേ അമ്മ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നു. എല്ലാവരും ഓരോ ഗ്ലാസ് എടുത്തു. ഞാൻ കുനിഞ്ഞുകൊണ്ട് ഗ്ലാസ് എടുക്കവേ അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഞാൻ സ്നേഹയുടെ മുഖത്ത് നോക്കിയതും അവൾ ചിരിച്ചു. ഞാനും ചിരിച്ചു. ഓ, അപ്പവും വെച്ച് അങ്ങനെ പൊളിച്ചിരിക്കുക. ഞാൻ കൊതിയോടെ ചിന്തിച്ചു. ദേവനങ്കിൽ: അതെ, ഞങ്ങൾ ഒരു പ്രത്യേക കാര്യം പറയാൻ കൂടിയട്ടോ ഇവിടെ വന്നത്. അമ്മ: ആ, അതിനെന്താ, പറഞ്ഞോളൂ. ദേവനങ്കിൽ: ഞാൻ ഇന്ന് രാവിലെ ജോഗിങ് കഴിഞ്ഞ് വരുന്ന വഴി ഇവിടെ അടുത്തുള്ള ജോസഫേട്ടൻ്റെ ചായക്കടയിലെ അവിടെ ഒന്ന് ചായ കുടിക്കാൻ കയറിയതാ. അപ്പോഴാണ് ആ കാര്യം അറിഞ്ഞത്. അത് കേട്ടതും മുത്തച്ഛനും അമ്മയും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. എന്താണാവോ, ഇവരുടെ കലാപരിപാടിയുടെ കാര്യം നാട് മൊത്തം അറിഞ്ഞോ? ഞാൻ സംശയത്തോടെ ചിന്തിച്ചു. ഞാൻ: എന്താ അങ്കിൾ കാര്യം? ദേവനങ്കിൾ: അത് നിങ്ങളുടെ വീടിനെ കുറിച്ചാണ്. ഈ വീട്ടിൽ പ്രേതബാധയുണ്ട് എന്നൊക്കെ കേട്ടു. പെട്ടെന്ന് സരിതേൻ്റെയും ഇടയിൽ കയറി പറഞ്ഞു. അയ്യോ, നിങ്ങൾ ടെൻഷനാവണ്ട കേട്ടോ. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാവും. സരിതേൻ്റി ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം പറഞ്ഞു. എന്തായാലും ദേവനങ്കിൽ പറഞ്ഞത് കേട്ടപ്പോഴാണ് മുത്തച്ഛനും അമ്മയ്ക്കും സമാധാനമായത്. ഞാൻ: ഇത്രയുള്ള കാര്യം?
ഇത് ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. അത് കേട്ടതും ദേവനങ്കിളും സരിതേന്റെയും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ദേവനങ്കിൾ: അപ്പോൾ നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നോ? എന്നിട്ടും പേടിയില്ലേ? അങ്കിൾ അമ്പരപ്പോടെ ചോദിച്ചു. സരിതേന്റി: ഓ, ഇതിലൊക്കെ എന്ത് പേടിക്കാനാ ഏട്ടാ? ഇന്നത്തെ കാലത്താണോ പ്രേതവും ഭൂതവും? ദേവനങ്കിളിനെ നോക്കി സരിതേന്റി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ നോക്കിയിട്ടും പറഞ്ഞു. നാട്ടുകാരി വെറുതെ ഓരോ കെട്ടുകഥകൾ പറയുന്നതാ, കാര്യമാക്കേണ്ടട്ടോ. ദേവനങ്കിൾ: ആ, അതും ശരിയാ. ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സാധാരണ അതുപോലുള്ള തട്ടുകട ടൈപ്പ് ഹോട്ടലിലൊന്നും ഞാൻ പോകാറില്ലെന്നേ. അന്ന് ഭയങ്കര ക്ഷീണം തോന്നിയപ്പോൾ ഒന്ന് കയറിയതാ. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട് വേറെ നല്ല ഹോട്ടലുകൾ തുറന്നില്ലായിരുന്നു. ഈ നാട്ടുകാരുടെ ഒരു കാര്യം, എന്തൊക്കെ കെട്ടുകഥകളാ പറഞ്ഞു നടക്കുന്നേ. അങ്കിൾ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. അമ്മ: കെട്ടുകഥയൊന്നുമല്ല ചേട്ടാ, പ്രേതബാധ സത്യമാണ്. പക്ഷേ ഞങ്ങൾ അതിനെ കാര്യമാക്കാറില്ല. അത് കേട്ടതും അവർ ഞെട്ടി. സരിതേന്റി: എന്താ സാവിത്രി, നീ തമാശ പറഞ്ഞതാണോ? ആൻറ്റി ഒരു ചിരിയോടെ അമ്മയോട് ചോദിച്ചു. ഞാൻ: ഏയ്, തമാശയൊന്നുമല്ല ആൻറ്റി. ഇവിടെ എന്തോ ഉണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതും പിന്നെ ഒരു നിമിഷം അവിടെ മൗനമായി. മുത്തച്ഛൻ: പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ സിനിമയിലതുപോലുള്ള പ്രേതവും പരിപാടിയൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ ശബ്ദം, ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുക, അത്രയുള്ളൂ. മുത്തച്ഛൻ ഒരു ചിരിയോടെ അങ്ങനെ പറഞ്ഞതും പരിപാടി നടത്താൻ ഇവിടെ മുത്തച്ഛനുണ്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിൽ പറഞ്ഞത്. പിന്നെ സരിതേന്റെയും ദേവനങ്കിളും സ്നേഹയും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് മുഴുവനായി ഒന്ന് നോക്കി. അത് കണ്ട് എനിക്ക് ചിരി വന്നു. ദേവനങ്കിൾ: എന്നാലും ഇന്നത്തെ കാലത്ത് പ്രേതബാധ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല. പെട്ടെന്ന് അതുവരെ മിണ്ടാതിരുന്ന സ്നേഹ ഇടയിൽ കയറി പറഞ്ഞു. അല്ലെങ്കിലും അച്ഛന് ദൈവത്തിൽ പോലും വിശ്വാസമില്ലല്ലോ, പിന്നല്ലേ പ്രേതം? പ്രേതമൊക്കെ ഉള്ളതാ അച്ഛാ. ചിലയിടത്ത് ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും, ചിലയിടത്ത് കൂടുതലായിരിക്കും. എങ്കിലും സിനിമയിലേതുപോലെയൊന്നും ഉണ്ടാവില്ല. അവൾ അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവൾക്ക് കുറച്ചൊക്കെ വിവരമുണ്ടല്ലോ. അമ്മ: അതെ, മോള് പറഞ്ഞതാ ശരി. അല്ല, മോൾക്ക് ഇനി വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അമ്മ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് സരിതേന്റിയാണ്. സരിതേന്റി: അതേ സരിതേ, ഞങ്ങൾ ആദ്യം നിന്ന വാടക വീടില്ലേ, അവിടുന്ന് ഇവൾ രാത്രി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ടെറസിലേക്ക് പോയതാ. അപ്പോൾ അവിടെ എന്തോ നീൽരൂപം കണ്ടെന്നും പറഞ്ഞു. അതിനുശേഷം ഇവൾ രാത്രി ഒറ്റയ്ക്കെങ്ങും പോകാറില്ല. സ്നേഹ: രാത്രി പോകാത്തതല്ല, അമ്മ വിടാഞ്ഞിട്ടാ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും വലിയ ഇഷ്ടമാ. സരിതേന്റി: ആ, ഒരിഷ്ടം. എന്നിട്ട് വേണം അത് നിന്റെ കൂടെ കൂടി ജീവിതം തന്നെ പാഴാവാൻ. അതുവരെ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തതുപോലെ സംസാരിച്ച് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കിയ സരിതേന്റി അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ എനിക്ക് വേറൊരു ബുദ്ധി കൂടി തോന്നി. അങ്ങനെ ഞാൻ സ്നേഹം നോക്കി പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ രാത്രി ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ നിന്നും പ്രേതത്തിൻ്റെ കലാപരിപാടികൾ നേരിട്ട് കാണാം. പിന്നെ മുത്തച്ഛൻ്റെയും. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന മുത്തച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ അവസാന വാചകം കേട്ട് ഒരു ഞെട്ടലോടെ എന്നെ നോക്കി. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ട് സ്നേഹയ്ക്കും ഒരു താല്പര്യമുള്ളതുപോലെ അവളുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. സ്നേഹ: അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാം, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കാലോ. അതും പറഞ്ഞ് അവൾ അവളുടെ അമ്മയെ നോക്കി. അവരുടെ മുഖത്ത് ഒരു പേടിയുള്ളതായി എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ അമ്മ ഇടയിൽ കയറി പറഞ്ഞു, അതിനെന്താ, ഇന്ന് രാത്രി മോൾ ഇവിടെ നിന്നോളൂ.
മുകളിൽ റൂമുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി, കൂടെ മുത്തച്ഛനും. കാരണം സ്നേഹ അവിടെയുണ്ടെങ്കിൽ ഞാൻ ഒരു കട്ടുറുമ്പായി അവരുടെ കലാപരിപാടിയിൽ ഇടപെടില്ല എന്ന് മുത്തച്ഛനറിയാം. സരിതേന്റി, മോളെ അത് വേണോ? അവർ ഒരു പേടിയോടെ ചോദിച്ചു. ദേവനങ്കിൾ, ആ അത് കുഴപ്പമില്ല സരിതേ, അവൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ. അങ്കിൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റി മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ സ്നേഹയുടെ ആഗ്രഹം പോലെ അവൾ അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലെ പ്രേതത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണാനായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. മനസ്സോടെ അവളുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുകയും ചെയ്തു. നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നേക്കണേ, കോളേജിൽ പോകേണ്ടതില്ലേ എന്ന കാര്യം സരിതേന്റി അവളെ ഓർമ്മിപ്പിച്ചു. പിന്നെ അവർ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കേട്ടണം, സുഖിക്കണം, ഞാൻ മനസ്സിൽ പറഞ്ഞു. മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പോൾ നെറുക്കു വീണത് സ്നേഹയ്ക്കാണ്. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഇന്ന് രാത്രി മുത്തച്ഛന് എന്തായാലും ഉറക്കമുണ്ടാവില്ല. മുത്തച്ഛൻ എന്തായാലും പണിയെടുക്കാൻ എണീക്കും. അപ്പോഴേക്കും എങ്ങനെയെങ്കിലും എൻ്റെ പണി തീർത്തിയിട്ട് അമ്മയുടെ റൂമിലേക്ക് ചെല്ലണം. അവർക്ക് അതൊരു സർപ്രൈസാവും. അപ്പോൾ അവരുടെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായാൽ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം അമ്മയ്ക്ക് അംഗീകരിച്ച് തരാതിരിക്കാനാവില്ല. ഞാൻ മനസ്സിൽ പദ്ധതിയിട്ടു. അമ്മ, മോളെ, മോൾ മുകളിലത്തെ റൂമിൽ കിടന്നോളൂട്ടോ. ഇനി പേടിയുണ്ടെങ്കിൽ ദേ ഇവൻ്റെ റൂം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. സ്നേഹ, പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ ഇവൻ്റെ റൂമിൽ നിന്നോളാം. അത് കേട്ടതും എൻ്റെ സന്തോഷം ഇരട്ടിച്ചു. പിന്നെ അമ്മ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് മുത്തച്ഛൻ ഇടയിൽ കയറി പറഞ്ഞു. അത് നന്നായി മോളെ, മോള് ഇവൻ്റെ റൂമിൽ നിന്നോ, കൂട്ടിന് ഒരാളായല്ലോ. മുത്തച്ഛൻ ഒരു ചിരിയോടെ അതും പറഞ്ഞ് അമ്മയെ നോക്കി. പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മുത്തച്ഛൻ്റെ റൂമിലേക്കും അമ്മ അമ്മയുടെ റൂമിലേക്കും പോയി. ഞാനും സ്നേഹയും എൻ്റെ റൂമിലേക്ക് ചെന്നു. ദേ ഇതാണ് എൻ്റെ റൂം, ഇതാണ് ബെഡ്. സ്നേഹ, ആ ഓക്കെ, റൂം കൊള്ളാലോ, ഞാനിവിടെ കിടന്നോളാം. അതും പറഞ്ഞ് അവൾ ബെഡിൽ കയറി. ആഹാ, ഇവൾ കൊള്ളാലോ, എല്ലാം വളരെ ഫാസ്റ്റാണല്ലോ, ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാനും ബെഡിൽ കിടന്നു. സ്നേഹയ്ക്ക് ഒരു തലയിണയും കൊടുത്തു. പിന്നെ സ്നേഹ ബെഡിലുണ്ടായിരുന്ന പുതപ്പെടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേ നമുക്ക് ഈ പുതപ്പ് പുതക്കാം. അപ്പോൾ പ്രേതം വന്നാൽ നമുക്ക് പെട്ടെന്ന് പേടി തോന്നില്ല. പിന്നെ പ്രേതം വന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പുതപ്പൊക്കെ വലിച്ചെടുക്കുന്ന സീൻ. അത് കേട്ടതും ഞാൻ ചിന്തിച്ചു, കൊള്ളാലോ പരിപാടി. ഇതിപ്പോൾ ഇവൾ തന്നെ എൻ്റെ ജോലി എളുപ്പമാക്കി തരികയാണല്ലോ. അതേ സ്നേഹ, നമുക്ക് പുതപ്പ് പുതക്കാം. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി പുതപ്പും പുതച്ച് കിടന്നു. പിന്നെ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കവേ ഞാൻ കൂടുതൽ അടുത്തേക്ക് ചേർന്നു. ഞാൻ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ സമയം നോക്കി. 12 മണി കഴിഞ്ഞു. സ്നേഹ, ഇതെന്താ പ്രേതം വരാത്തത്? വരും, പുതിയ ആളെ ഇവിടെ കണ്ടതുകൊണ്ട് അത് വരാൻ ചെറിയ മടി കാണിക്കുന്നതാവും. അത് കേട്ട് സ്നേഹ ഒന്ന് മൂളി. ഞാൻ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ടേക്ക് ചേർന്നു. പെട്ടെന്ന് റൂമിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങിയതും അവൾ പേടിയോടെ എന്നെ നോക്കി. ഇപ്പോൾ സന്തോഷമായോ? ദേ പ്രേതം വന്നു. സ്നേഹ, സന്തോഷമോ? എനിക്ക് പേടിയാവുന്നു. അത്രയും നേരം ധൈര്യം കാണിച്ച് കൂടെ നിന്നാൾ അപ്പോൾ പേടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. സ്നേഹ, എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. അത്രയ്ക്ക് പേടിയാണെങ്കിൽ ദേ എന്നെ പിടിച്ചോളൂ.
സ്നേഹ: ഓ, അതൊന്നും വേണ്ട. അതും പറഞ്ഞ് അവൾ ധൈര്യമുള്ളതായി ഭാവിച്ച് തിരിഞ്ഞു കിടന്നു. ഇപ്പോൾ സ്നേഹയുടെ പിൻഭാഗമാണ് എൻ്റെ മുന്നിൽ ദൃശ്യമാകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്നും തട്ടുന്നതും മുട്ടുന്നതും പോലുള്ള ശബ്ദം കേട്ടു. സ്നേഹയാണെങ്കിൽ പേടിച്ച് പുതപ്പിനുള്ളിലേക്ക് മുഴുവനായി നീങ്ങി. അപ്പോൾ ഞാൻ അത് അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് കൊടുത്തതും സ്നേഹ ഒന്നിളകി. സ്നേഹ: എൻ്റെ പിന്നിൽ എന്തോ തട്ടുന്ന പോലുണ്ടല്ലോ. ഞാൻ: അതോ? അതും പ്രേതത്തിൻ്റെ സൂത്രമാണ്. അനങ്ങാതെ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ പ്രേതം പിടിക്കും. അതും പറഞ്ഞ് ഞാൻ കൈ അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു. സ്നേഹ: ദേ വീണ്ടും. നീ എന്തിനാ കൈ വെക്കുന്നേ? അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു. ഞാനല്ല, അതും പ്രേതമാണ്. നിന്റെ നല്ല മനസ്സ് കണ്ടിട്ട് പ്രേതത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നാ തോന്നുന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ എന്നെ തിരിഞ്ഞു നോക്കി. സ്നേഹ: സത്യമാണോ? എങ്കിൽ പ്രേതത്തിനെ എൻ്റെ ഫ്രണ്ടാക്കിയാൽ ഞാൻ പറയുന്നതെന്തും സാധിച്ചു തരുമോ? കോളേജിൽ എനിക്ക് ഷൈൻ ചെയ്യാനാ. അത് കേട്ടതും ഭൂതം, ജിന്നി എന്നിവയുടെ സിനിമാ കഥകളിലേതുപോലെയാണ് അവൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്താ, പ്രേതം വിചാരിച്ചാൽ എന്തും നടക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കണമെങ്കിൽ നീ പ്രേതത്തിനും എന്തെങ്കിലും കൊടുക്കണം. സ്നേഹ: എന്തു കൊടുക്കാനും ഞാൻ ഒരുക്കമാണ്. അത് കേട്ടതും ഞാൻ തുടങ്ങി. സ്നേഹയ്ക്ക് മനസ്സിൽ കുറേ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്ന് ഞാൻ പണിയെടുത്തു. അങ്ങനെ ജീവിതത്തിലാദ്യമായി ഒരു കാര്യം നേടിയെടുത്തു. അതിനിടയിൽ സ്നേഹ മതി മതി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിർത്താൻ തോന്നിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും ഞാൻ എണീറ്റ് സ്നേഹയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ പതിയെ കതക് തുറന്ന് ഫോണിൻ്റെ വെട്ടത്തിൽ ഞാൻ താഴേക്ക് ചെന്നു. അവർ കലാപരിപാടി തുടങ്ങിക്കാണുമോ? ഞാൻ ചിന്തിച്ചു. ഞാൻ നേരെ ചെന്നത് മുത്തച്ഛൻ്റെ റൂമിലാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുത്തച്ഛൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം അമ്മയുടെ റൂമിലേക്ക് ചെന്നതും പുറത്തു നിന്നും ശബ്ദം കേട്ടു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലൊരവസരം ഇനി ഒരിക്കലും കിട്ടില്ല, ഞാൻ ചിന്തിച്ചു. പിന്നെ വാതിലിൽ മുട്ടിയതും അകത്തെ ശബ്ദം നിലച്ചു. ഞാൻ വീണ്ടും വാതിലിൽ മുട്ടി. അപ്പോൾ അകത്തു നിന്നും അവർ ചെറിയ ശബ്ദത്തിൽ എന്തോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, എല്ലാം എനിക്കറിയാം, ടെൻഷനാവണ്ട, നമുക്കെല്ലാം ശരിയാക്കാം, വാതിൽ തുറക്ക്. പെട്ടെന്ന് അമ്മ വന്ന് വാതിൽ തുറന്നു. ഞാൻ ഒരു പുഞ്ചിരിയോടെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ ആകെ വിയർത്തിരിക്കുകയാണ്. പിന്നെ മുടിയും നൈറ്റിയുമൊക്കെ അലങ്കോലമായിരിക്കുകയാണ്. അമ്മ: എന്താടാ ഈ രാത്രിയിൽ? അമ്മ ഒരു വെപ്രാളത്തോടെ കിതച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? ഞാൻ വെറുതെ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. അമ്മ: ആ അതെ. അതും പറഞ്ഞ് അമ്മ കോട്ടുവ ഇടുന്നതുപോലെ അഭിനയിച്ചു. പെട്ടെന്ന് ഞാൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. വാതിലിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ മുത്തച്ഛൻ നിൽക്കുന്നു. എന്നെ കണ്ടതും മുത്തച്ഛൻ ചമ്മിയ ചിരി ചിരിച്ചു. ഞാനും ചിരിച്ചു. എന്താ മുത്തച്ഛ ഇവിടെ? മുത്തച്ഛൻ: ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ നടക്കാനിറങ്ങിയതാ. മുത്തച്ഛൻ്റെ നടത്തം കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് ഞാനും ഉണ്ട് കൂടെ നടക്കാൻ. അത് കേട്ടത് അമ്മയും മുത്തച്ഛനും സംശയത്തോടെ എന്നെ നോക്കി. സംശയിക്കണ്ട, എനിക്കും ഇതുപോലെ നടക്കാൻ പോകണം എന്ന ആഗ്രഹം കുറേ കാലമായുണ്ട്. അത് ഇന്ന് നടക്കണം. അമ്മ: ഡാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒന്നും വേണ്ട കേട്ടോ. ഇത് നിന്റെ അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാലോ. വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ്
എന്നെ ഉന്തിത്തള്ളി പറഞ്ഞുവിടാൻ ശ്രമിച്ചു. ഈ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും അവർ ഞെട്ടി. ഞാൻ എന്താ പറയണോ? അപ്പോൾ അമ്മ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. പിന്നെ എൻ്റെ കാര്യം അംഗീകരിച്ചു. അങ്ങനെ എനിക്ക് അതും കിട്ടി. ഒരു രാത്രിയിൽ 2 എണ്ണം. അതോർത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷേ തീർന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും സ്നേഹ അങ്ങോട്ട് വന്നു. ഞങ്ങൾ വാതിൽ കുറ്റിയിടാൻ മറന്നതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഇനി എന്തു പറയും, എന്തു ചെയ്യും എന്നറിയാതെ ആകെ നാണക്കേടായി നിൽക്കുമ്പോഴായിരുന്നു മുത്തച്ഛൻ്റെ ആ ചോദ്യം. ഞങ്ങളുടെ കൂടെ നടക്കാൻ കൂടുന്നോ? ആ ചോദ്യം കേട്ടതും സ്നേഹ ആദ്യമൊന്ന് പരിഭ്രമിച്ചു, പിന്നെ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നടക്കാനിറങ്ങി.